നമസ്കാരം. ADM നവീൻ ബാബുവിനെ വിഷം നൽകിയ ശേഷം കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് KM ഷാജഹാൻ. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഷാജഹാൻ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ഇക്കാര്യം ഇപ്പോൾ തുറന്നടിച്ചിരിക്കുന്നത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ ഉന്നയിക്കുന്ന വാദങ്ങളും ഇത് തന്നെയാണ്. സാധാരണയായി ഒരു മരണം നടന്നു കഴിഞ്ഞാൽ മരിച്ച വ്യക്തി വിഷമകത്ത് ചെന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന സാധ്യത പരിശോധിക്കുന്നതിനായി ആ വ്യക്തിയുടെ ആന്തരികാവയവങ്ങളും രക്തസാമ്പിളുകളും മറ്റും ടോക്സിക്കോളജി പരിശോധനയ്ക്കായി അയക്കാറുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ വിഷാംശം കടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം വിഷം, എത്ര അളവിൽ എന്നതൊക്കെ കൃത്യമായി അറിയുന്നതിനും അഥവാ വിഷാംശം കടന്നിട്ടില്ല എങ്കിൽ അക്കാര്യം സ്ഥിരീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിശോധനയ്ക്കായി ആ വ്യക്തിയുടെ ആന്തരികാവയവങ്ങളും രക്തസാമ്പിളുകളും മറ്റും ടോക്സിക്കോളജി പരിശോധനയ്ക്കായി അയക്കാറുണ്ട്. മരണപ്പെട്ട വ്യക്തിയുടെ ശരീരത്തിൽ വിഷാംശം കടന്നിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ ഏത് തരം വിഷം, എത്ര അളവിൽ എന്നതൊക്കെ കൃത്യമായി അറിയുന്നതിനും അഥവാ വിഷാംശം കടന്നിട്ടില്ല എങ്കിൽ അക്കാര്യം സ്ഥിരീകരിക്കുന്നതിനും വേണ്ടിയാണ് ഈ പരിശോധനയ്ക്കായി ആന്തരികാവയവങ്ങളും രക്തസാമ്പിളുകളും എല്ലാം പ്രിസർവ് ചെയ്യുന്നതും പിന്നീട് പരിശോധനയ്ക്കായി അയക്കുന്നതും. എന്നാൽ ഇവിടെ നവീൻ ബാബുവിന്റെ ആന്തരികാവയവങ്ങളോ രക്തസാമ്പിളുകളോ ഇത്തരത്തിൽ ടോക്സിക്കോളജി പരിശോധനയ്ക്കായി പ്രിസർവ് ചെയ്യുകയോ അയച്ചിട്ടോ ഇല്ല. അതായത് നവീന്റെ മരണത്തിൽ ദുരൂഹതകൾ ഏറെ നിൽക്കുമ്പോഴും അതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ നിന്നും മനഃപൂർവ്വം സ്കിപ്പ് ചെയ്യുകയായിരുന്നു എന്ന് അർത്ഥം. ഒരുപക്ഷെ അത്തരത്തിൽ ആന്തരികാവയവങ്ങളോ രക്തസാമ്പിളുകളോ എടുത്ത് വെച്ചിരുന്നുവെങ്കിൽ ആ പരിശോധനയിൽ വിഷാംശത്തിന്റെ സാന്നിധ്യം വ്യക്തമാകുമായിരുന്നു. എന്നാൽ ഇവിടെ അത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ധൃതിപ്പെട്ട് ആ ശരീരം ദഹിപ്പിക്കുകയും ചെയ്തു. ഇതോടെ റീപോസ്റ്റ്മോർട്ടം എന്ന സാധ്യത പോലും പൂർണ്ണമായും അടയ്ക്കപ്പെടുകയായിരുന്നു. ഇതിൽ നിന്നും നവീൻ ബാബുവിന്റെ മരണത്തിലെ കാരണക്കാരായവർ അഥവാ പോസ്റ്റ്മോർട്ടം അട്ടിമറിച്ചവർ ഈ വിഷത്തിന്റെ സാന്നിധ്യം മറച്ചു വെക്കാനുള്ള മനഃപൂർവ്വമായ ശ്രമം തന്നെയാണ് നടത്തിയത് എന്ന് നമുക്ക് അനുമാനിക്കാൻ കഴിയും. ബോധമുള്ള ഒരു മനുഷ്യനെ ബലപ്രയോഗത്തിലൂടെ കെട്ടിത്തൂക്കുന്നതും വിഷം നൽകി അബോധാവസ്ഥയിലാക്കിയതിനു ശേഷം കെട്ടിത്തൂക്കുന്നതും തമ്മിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വിദഗ്ധനായ ഡോക്ടർക്ക് കൃത്യമായി വേർതിരിച്ചറിയാൻ കഴിയും. ഇരു കേസുകളിലും കഴുത്തിലുണ്ടാകുന്ന മർദ്ദത്തിന്റെ ആഴവും പാടുകളുമെല്ലാം വ്യത്യസ്തമായിരിക്കും. അതായത് അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരു വ്യക്തിയെയാണ് കെട്ടിത്തൂക്കുന്നത് എങ്കിൽ അത് സ്വാഭാവികമായ ഒരു തൂങ്ങിമരണമായി മാത്രം പ്രത്യക്ഷത്തിൽ കാണിക്കാൻ കഴിയും. എന്നാൽ ബോധത്തോടെയുള്ള ഒരു മനുഷ്യനെ ബലപ്രയോഗത്തിലൂടെ കെട്ടിത്തൂക്കുമ്പോൾ അതിൻ്റെതായ അധിക പാടുകളും മറ്റും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കാണപ്പെടും. ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലും മറ്റും പുറമെ കാര്യമായ പാടുകളോ ബലപ്രയോഗത്തിന്റെ അടയാളങ്ങളോ മറ്റു പരിക്കുകളോ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തെ അബോധാവസ്ഥയിലാക്കിയതിനു ശേഷമായിരിക്കണം കെട്ടിത്തൂക്കിയത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും വിഷം ഉള്ളിൽ ചെന്ന ശേഷമായിരിക്കണം നവീൻ ബാബു മരണപ്പെട്ടിട്ടുണ്ടാവുക. സാധാരണയായി ഒരു തൂങ്ങിമരണം സംഭവിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാധ്യതകൾ അഥവാ സംശയങ്ങൾ ഉയർന്നു വരാനുള്ള സാഹചര്യം ഏറെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കേസുകളിലും ആന്തരികാവയവങ്ങളും രക്തസാമ്പിളുകളും പരിശോധനയ്ക്കായി അയക്കുന്ന പതിവുള്ളതാണ്. എന്നാൽ ഇവിടെ ഒരു ജില്ലയുടെ മജിസ്ട്രേറ്റ് പദവി വഹിച്ചിരുന്ന നവീൻ ബാബുവിനെ പോലെ ഒരാളുടെ അസ്വാഭാവിക മരണം നടന്നിട്ട് പോലും ഇത്തരത്തിലൊരു നടപടി ഒഴിവാക്കിയത് വിഷത്തിന്റെ സാന്നിധ്യം മറച്ചു പിടിക്കാനാണ് എന്നത് 100% ഉറപ്പിക്കാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അശോകൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന 2016 കോടതിയുടെ ഒരു വിധിന്യായം ഉദ്ധരിച്ചുകൊണ്ട് മഞ്ജുഷയുടെ അഭിഭാഷകൻ ജോൺ റാൽഫ് ഇക്കാര്യങ്ങൾ കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ കേസിൽ സംഭവിച്ചത് ഇങ്ങനെയാണ്. അതായത് ഒരു മനുഷ്യനെ സയനൈഡ് നൽകിയ ശേഷം ആഴം കുറഞ്ഞ വെള്ളത്തിൽ മുക്കി. പ്രത്യക്ഷത്തിൽ അതൊരു മുങ്ങിമരണം എന്ന് വിലയിരുത്തപ്പെട്ട ഈ കേസിൽ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജൻ ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചില്ല. എന്നാൽ പിന്നീട് ഡയാറ്റം എന്ന ടെസ്റ്റിലൂടെ മുങ്ങിമരണമല്ല അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതശരീരത്തിനടുത്ത് നിന്നും കിട്ടിയ ഒരു കുപ്പിയിൽ സയനൈഡ് ആയിരുന്നു എന്ന് കണ്ടെത്തിയതും മരണകാരണം മുങ്ങിമരണമല്ല സയനൈഡ് നൽകിയതാണ് എന്ന നിഗമനത്തിലേക്ക് പോലീസ് എത്തിയതും. ഇവിടെ ആന്തരികാവയവം ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിരുന്നുവെങ്കിൽ ശാസ്ത്രീയ രീതിയിൽ തന്നെ മുങ്ങിമരണമല്ല, ഇത് വിഷാംശം അകത്ത് ചെന്നിട്ട് അതായത് സയനൈഡ് കഴിച്ചിട്ടുണ്ടായ മരണമാണ് എന്ന് നിസ്സാരമായി തന്നെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. എന്നാൽ ആ സാധ്യത ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്ത സർജന്റെ പിഴവ് മൂലം അഥവാ ഈ മരണം തെളിയിക്കപ്പെടരുത് എന്ന് ആഗ്രഹിച്ച് ഇടപെട്ട ശക്തികളുടെ സ്വാധീനം മൂലം നഷ്ടപ്പെട്ടു. ഈ കേസിൽ കോടതി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. അതായത് മരണമടഞ്ഞയാളുടെ ആന്തരികാവയവങ്ങളെ പൊട്ടാസ്യം സയനൈഡിന്റെയോ സോഡിയം സയനൈഡിന്റെയോ
സോഡിയം കാർബണേറ്റിന്റെയോ സാന്നിധ്യം സുപ്രധാനമായ വിഷയമാണ്. ആന്തരികാവയവങ്ങളുടെ രാസപരിശോധനയുടെ അഭാവം ഇക്കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ പ്രോസിക്യൂഷനോ കോടതിക്കോ ലഭ്യമല്ലാതാക്കാൻ ഇടയാക്കി. ഇത് പോസ്റ്റ്മോർട്ടം സമയത്തുണ്ടായ വീഴ്ചയാണ് എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സംഭവ സ്ഥലത്ത് നിന്നും ശേഖരിച്ച വാർത്തകൾ, പരിശോധനയിലൂടെ കണ്ടെത്തിയിട്ടുള്ള വസ്തുക്കൾ എന്തൊക്കെ എന്നുള്ള റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇരയുടെ ആന്തരികാവയവങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന്റെ സമയത്ത് ശേഖരിക്കുകയോ വിദഗ്ധ പരിശോധനയ്ക്ക് അയക്കുകയോ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാകുന്നു. ഇത് ഫോറൻസിക് പരിശോധനയിലെ ഗുരുതരമായ പിഴവ് തന്നെയാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലൊരു അസ്വാഭാവിക മരണം സംഭവിച്ചിട്ടുള്ള കേസ് ആയതിനാൽ തന്നെ മരണത്തിന്റെ സ്വഭാവം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ അന്വേഷണ ഏജൻസിക്കും സ്റ്റേറ്റിനും ഒരേപോലെ തന്നെ ബാധ്യതയുണ്ട്. മരിച്ചയാൾ ഒരു ഇന്ത്യൻ പൗരനാണ് എന്നതുകൊണ്ട് തന്നെ ഇതിൽ സ്റ്റേറ്റിനുള്ള ബാധ്യതയിൽ നിന്നും ഒഴിഞ്ഞു മാറാനാവില്ല. ഇങ്ങനെയായിരുന്നു അശോകൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന കേസിലെ ജഡ്ജ്മെന്റിൽ പറയുന്നത്. ഇക്കാര്യം ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് മഞ്ജുഷയുടെ അഭിഭാഷകൻ നവീൻ ബാബുവിന്റെ കേസിലും ആന്തരികാവയവങ്ങൾ പരിശോധനയ്ക്ക് അയക്കാത്തതിനെ അഡ്വക്കേറ്റ് ജോൺ റാൽഫ് ചോദ്യം ചെയ്തത്. മാത്രമല്ല, ഇവിടെ മഞ്ജുഷയുടെ അഭിഭാഷകൻ പറയുന്ന മറ്റൊരു കാര്യം ഇങ്ങനെയാണ്. അതായത്, മെനി ഇൻടോക്സിക്കേറ്റിംഗ് പോയിസൺസ് ലൈക്ക് കോൺസ്പീഷ്യസ് സ്മെൽ ഓർ കളർ മേക്കിംഗ് ദാറ്റ് ഡിറ്റക്ഷൻ ചാലഞ്ചിങ് ഡ്യൂറിംഗ് റൊട്ടീൻ അറ്റോപ്സി. അതായത്, ഇൻടോക്സിക്കേറ്റിംഗ് ആയിട്ടുള്ള ഒരു പോയിസണ് കൃത്യമായ മണമോ കളറോ ഒന്നും തന്നെ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷം ശരീരത്തിലേക്ക് കയറാൻ എളുപ്പവും കണ്ടുപിടിക്കാൻ പ്രയാസവുമായിരിക്കും. ഇതൊരു സാധാരണ പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റിക്കൊള്ളണമെന്നുമില്ല. അതുകൊണ്ടാണ് ആന്തരികാവയവങ്ങൾ സാമ്പിളുകൾ ശേഖരിച്ച് ടോക്സിക്കോളജിക്കൽ ഇവാലുവേഷൻ അയക്കുന്നത് പതിവുള്ള ഒരു കാര്യമാക്കി കോടതി മാറ്റിയത്. എന്നാൽ ഈ അടിസ്ഥാന നടപടി പോലും നവീൻ ബാബുവിന്റെ കേസിൽ ഇവിടെ ലംഘിക്കപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഇത്തരത്തിൽ ആന്തരികാവയവങ്ങളും രക്തസാമ്പിളുകളും ശേഖരിച്ച് ടോക്സിക്കോളജി ഇവാലുവേഷൻ അയക്കാതിരുന്നത് അദ്ദേഹത്തിന് വിഷം നൽകിയ ശേഷമാണ് കെട്ടിത്തൂക്കിയത് എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടാതിരിക്കാനുള്ള മുൻകരുതൽ തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കുകയാണ് ഇതോടെ KM ഷാജഹാൻ. മാത്രമല്ല, നവീൻ ബാബുവിനെ എന്ത് വിഷം നൽകിയാണ് കൊന്നത് എന്നതിനെ കുറിച്ചും KM ഷാജഹാൻ വിശദീകരിക്കുന്നുണ്ട്. അതായത്, പോസ്റ്റ്മോർട്ടം ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ് എന്നൊരു ശാസ്ത്രീയ പരിശോധനാ രീതിയുണ്ട്. അതായത്, ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ നിറത്തിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിഷമാണ് ആ വ്യക്തിക്കുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് എന്ന് വിലയിരുത്താൻ കഴിയും. അതായത്, ഉള്ളിൽ ചെന്ന വിഷം കാർബൺ മോണോക്സൈഡ് ആണ് എങ്കിൽ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ നിറം ചെറി റെഡ് ആയിരിക്കും. എന്നാൽ അതല്ല, ഉള്ളിൽ ചെന്നിരിക്കുന്നത് സയനൈഡ് പോയിസൺ ആണ് എങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ കളർ പിങ്ക് നിറമായിരിക്കും. എന്നാൽ ഇതൊന്നുമല്ല, തവിട്ട് നിറത്തിലുള്ള രക്തമാണ് കെട്ടിക്കിടക്കുന്നത് എങ്കിൽ അത് നൈട്രേറ്റ് പോയിസണിന്റേതായിരിക്കും. ഇവിടെ നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം സ്റ്റെയിനിങ്ങിന്റെ നിറം ഒന്നെങ്കിൽ ചെറി റെഡ് അല്ലെങ്കിൽ ഒരു പിങ്ക് നിറത്തിലുള്ളതോ ആണ്. അങ്ങനെ വരുമ്പോൾ നവീൻ ബാബുവിനെ കൊലപ്പെടുത്താനായി ഉപയോഗിച്ചിരിക്കുന്ന പോയിസൺ ഒന്നെങ്കിൽ കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ സയനൈഡ് പോയിസൺ. ഇത് രണ്ടിൽ ഒന്നാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. എന്തായാലും ADMനെ കൊന്നതാണ് എന്ന വിലയിരുത്തലിനപ്പുറത്തേക്ക് വിഷം നൽകി അബോധാവസ്ഥയിലാക്കിയതിന് ശേഷമാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് കൂടി ഉറപ്പിക്കുന്ന തരത്തിലേക്കാണ് ഈ തെളിവുകൾ വിരൽ ചൂണ്ടുന്നത്.